ഈ അടുത്തത് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് എക്സെൻട്രിസിറ്റി ആണ്. അതിന് മുന്നേ ഒരു ചെറിയ പോയിന്റ് പറഞ്ഞു വിടാനാണ്. അസിംപ്റ്റോട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. അസിംപ്റ്റോട്സ് എന്ന് പറഞ്ഞാൽ ടാൻജന്റ് അറ്റ് ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ടാൻജന്റ് അറ്റ് ഇൻഫിനിറ്റി, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ഹൈപ്പർബോളയുടെ കേസിലാണ് ഈ അസിംപ്റ്റോട്സ് കയറി വരുന്നത്. അസിംപ്റ്റോട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈപ്പർബോള വരയ്ക്കുമല്ലോ. ഹൈപ്പർബോള വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഹൈപ്പർബോള വരയ്ക്കുന്നു. ഈ ഹൈപ്പർബോളയിലൂടെ ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ലൈനാണത്. വരച്ചത് വൃത്തികേടാണ്. ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന ഇവിടെ ഒരു ടാൻജന്റ് പോലെ വരുന്ന ഒരു വരയാണ് അസിംപ്റ്റോട്സ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയും വരും, പിന്നെ ഇവിടുന്ന് ഇങ്ങനെയും വരും. ഇത് ആക്ച്വലി ഒറിജിനലോടൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇത് വരച്ചത് വൃത്തികേടാണ്. സംഭവം അതാണ്. അതിന്റെ ഇക്വേഷനാണ് പഠിക്കേണ്ടത്. ഇത് വലിയ അത്യാവശ്യം വരത്തില്ല. നമുക്ക് പിന്നെ വരയ്ക്കാൻ വരുമെന്ന് തോന്നുന്നു ചെറുതായിട്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം അസിംപ്റ്റോട്സ് എന്ന് പറഞ്ഞ ഈ സാധനമാണ് ടാൻജന്റ് അറ്റ് ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഇക്വേഷൻ പഠിക്കണം. ഒന്ന് പൂസിയോ. അപ്പം അസിംപ്റ്റോട്സിന്റെ ഇക്വേഷനാണിത്. അസിംപ്റ്റോട്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലൈനാണ്. ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. അങ്ങോട്ട് ഇൻഫിനിറ്റ് പോകും, ഇങ്ങോട്ട് ഇൻഫിനിറ്റ് പോകും. ഇത് ഈ ഹൈപ്പർബോളയിൽ ഇങ്ങനെ ടാൻജന്റ് ആയിട്ട് വരുന്ന ലൈനാണ്. അത്രയും വ്യത്യാസം, അത്രയും കാര്യമുള്ളൂ. അപ്പോൾ ഹൈപ്പർബോള എളുപ്പത്തിൽ വരയ്ക്കാനൊക്കെ അസിംപ്റ്റോട്സ് യൂസ് ചെയ്യാം. അപ്പം ഇതിന് ഇക്വേഷൻ പറഞ്ഞാൽ y = by into x minus b by into x. y = plus or minus b by into x എന്നുള്ളതാണ് രണ്ട് അസിംപ്റ്റോട്ടുകളുടെ ഇക്വേഷൻ. അപ്പം അസിംപ്റ്റോട്സ്, അതായത് നമുക്കൊരു ഹൈപ്പർബോള തന്നു. അതായത് ഈ ഹൈപ്പർബോള നമുക്ക് തന്നു എന്ന് വെച്ചു. ഇതിന്റെ വാല്യൂ എല്ലാം നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കുക അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ y = b വാല്യൂ എന്താണോ അത് എഴുതുക, a വാല്യൂ എന്താണോ അത് എഴുതുക, x എന്താണോ എഴുതുക, plus or minus b by into x. അതായിരിക്കും നമ്മുടെ അസിംപ്റ്റോട്ട്. ഇത് മാത്രമാണ് ഈ പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യന്. എളുപ്പമാണ്. ഈക്വേഷൻ പഠിക്കാതെ പോകരുത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അസിംപ്റ്റോട്സ് ചോദിക്കും. വരയ്ക്കാൻ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. എഴുതാനായിരിക്കും ചോദിക്കുന്നത്, ഇക്വേഷൻ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ പാരബോളയുടെ അവിടെ ഒരു കാര്യം പറയാനുണ്ട്. പാരബോള ആക്ച്വലി 4 ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ റൈറ്റിലോട്ട്, എക്സ് ആക്സിസിൽ റൈറ്റിലോട്ട് ഓപ്പൺ ചെയ്യുന്നതുണ്ട്. വൈ ആക്സിസിൽ എക്സ് ആക്സിസിൽ തന്നെ ലെഫ്റ്റിലോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മേളിലോട്ട് വൈ ആക്സിസിൽ മുകളിലോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. വൈ ആക്സിസിൽ താഴോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് പാരബോളാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പഠിക്കണം. അപ്പോൾ ഒരു പാരബോള കണ്ടു കഴിയുമ്പോൾ അത് ഏത് പാരബോള, ഏത് ആക്സിസിലുള്ള പാരബോള, ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ പാരബോള ഓൺ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ അത് ഏത് പാരബോള ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇത് പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേത് y = 4px എന്ന് പറയുന്ന പാരബോളയാണ്. അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇതിവിടെ എന്താണോ അതായിരിക്കും ഇതിൻ്റെ ഫോക്കസ്. p,0 ശ്രദ്ധിക്കേണ്ടത് p, y = എന്ന് പറഞ്ഞു വന്നാൽ ആദ്യമായിരിക്കും p വരുന്നത്. x, yയിൽ എക്സിനായിരിക്കും p വരുന്നത്. p,0 ആയിരിക്കും ഡയറക്ട്രിക്സ്. വേണ്ട, എല്ലാം പറഞ്ഞു പോയിട്ട് വരാം അല്ലേ. ഇപ്പം y² തന്നെ y² = 4px. y² = -4px ആണെങ്കിൽ എന്തായിരിക്കും ഫോക്കസ് വരുന്നത്? -p,0. സിമ്പിൾ അല്ലേ. ഇനി x² = 4py എന്നുള്ള പാരബോളയാണ് വരുന്നതെങ്കിൽ 0,p എന്നുള്ളതായിരിക്കും. x² = 4py എന്ന് പറഞ്ഞാൽ 0,p എന്ന് പറഞ്ഞായിരിക്കും ഫോക്കസ് വരുന്നത്. x² = -4py ആയിരിക്കുമ്പോൾ എന്തായിരിക്കും? 0,-p ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇനി ഡയറക്ട്രിക്സ് എന്തായിരിക്കും? ഇവിടെ എന്താണോ അതിൻ്റെ മൈനസ് ആയിരിക്കും ഡയറക്ട്രിക്സ് വരുന്നത്. അപ്പം ഇവിടെ x= ഇവിടെ നമ്മുടെ p വന്നേക്കുന്നത് x, yയിൽ x എന്ന് പറഞ്ഞ പൊസിഷനിലല്ലേ. അപ്പോൾ ഓൾവേസ് ഡയറക്ട്രിക്സിനെ നമ്മൾ എന്തെന്ന് എഴുതും? x= എന്ന് പറഞ്ഞായിരിക്കും ഡയറക്ട്രിക്സ് വരുന്നത്. ഡയറക്ട്രിക്സ് x= ഇവിടെ +p ആണെങ്കിൽ ഇവിടെ -p. ഇതായിരിക്കും ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. കണ്ടുപിടിക്കാനുള്ള എളുപ്പം. അപ്പം ഇവിടെ x ആക്സിസിലല്ലേ, എക്സിലല്ലേ വരുന്നത്. ഇവിടെ x = ഇവിടെ -p അല്ലേ, അപ്പം ഇവിടെ p. ഡയറക്ട്രിക്സ് സിമ്പിൾ. ഇവിടെ y എന്ന് പറയുന്ന സ്ഥലത്തല്ലേ p വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ y ആയിരിക്കും. y= ഇവിടെ +p ആണെങ്കിൽ ഇവിടെ -p. ഇവിടെയും സെയിം y= +p. സിമ്പിൾ. ഡയറക്ട്രിക്സ് സെറ്റ്. ഇനി ആക്സിസ്, ഡയറക്ട്രിക്സിന്റെ ഏതാണോ അത് തന്നെ ആയിരിക്കും അതിന്റെ ആക്സിസ്. അപ്പം x ആക്സിസും
എക്സ് ആക്സിസ്, വൈ ആക്സിസ്, വൈ ആക്സിസ്. ഓക്കെ, ഇനി ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടാണ്. എക്സ് ആക്സിസിലുള്ളപ്പോഴല്ലേ നമ്മൾ കണ്ടു പരിചയമുള്ള പരബോള ഓർത്താൽ മതി. എക്സ് ആക്സിസിലാണെങ്കിൽ ഓൾവേസ് നമ്മൾ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും, ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ ഓൾവേസ് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും, വൈ ആക്സിസിൽ ഓൾവേസ് അപ്പ് ഡൗൺ, അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടു പരിചയമുള്ള സാധനമൊക്കെ. അപ്പം അങ്ങനെയും ഓർത്ത് ചെയ്താൽ മതി. ഇത് വലിയ അത്യാവശ്യം വരുമോയെന്ന് ചോദിച്ചാൽ വരും കേട്ടോ. അപ്പം ഓപ്പൺസ് ടു റൈറ്റ്, ഓപ്പൺസ് ടു ലെഫ്റ്റ്, ഇത് അപ്പും ഇത് ഡൗണും ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, കാണാൻ പഠിക്കണമെന്നില്ല ആക്ച്വലി. ഇത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ, വലിയ ടഫല്ല. വേണമെങ്കിൽ കാണാൻ പഠിക്കുന്നത് നല്ലതാണ്. ഇത്രയേ ഉള്ളൂ. ക്ലോസ്.